ഹേ ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്നൊരു ഷോർട്ട് ഫിലിം റിയാക്ഷൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം പറയാനുണ്ട്. ഞാൻ ഒരു ഓൺ ബിസിനസ് തുടങ്ങിയിട്ടുണ്ട്. അതിന് പേര് ആർച്ചസോൺ എന്നാണ്. അപ്പോൾ ഞാൻ മെയിനായിട്ട് സെല് ചെയ്യുന്നത് ഫാഷൻ പ്രോഡക്ട്സ്, അതുപോലെ തന്നെ കോസ്മെറ്റിക്സ്, ടെക് ഗാഡ്ജറ്റ്സ് ഇതൊക്കെയാണ്. അപ്പോൾ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, എല്ലാവരും ഫോളോ ചെയ്യുക. എന്തു പറ്റി മോനെ, എന്തു പറ്റിയടാ? എന്താണോ നിനക്ക് പറ്റിയേ? വീട്ടിൽ കല്യാണാലോചനകൾ വരുന്നുണ്ട്. ഞാനെന്ത് വേണം? നീ വിഷമിക്കണ്ട, എല്ലാ കാര്യങ്ങളും പപ്പുവേട്ടന് അറിയാലോ. ഓക്കെ, അപ്പോൾ പപ്പുവേട്ടനാണ് ഈ ഷോർട്ട് ഫിലിമിലെ നായകൻ. മരിക്കേണ്ടി വന്നാലും നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. എനിക്കിനി പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ശിവൻ ആലോചനയുമായി വരുന്നുണ്ട്. ഓ, അപ്പോൾ ഇത് നായകനും നായികയാണ്. അപ്പോൾ ശിവനായിരിക്കും മിക്കവാറും വില്ലൻ. അപ്പോൾ നമ്മുടെ പപ്പുവേട്ടന് നാട്ടിലൊരു തട്ടുകടയാണ്. പപ്പുവേട്ടനെ കഴിഞ്ഞ് ഭയങ്കര അഭിനയമാണ് തട്ടുകട വരുന്ന ആൾക്കാരുടെ. പപ്പു കയറി നല്ലൊരു ചായങ്ങാടെ. ഇവിടെ നല്ല ചായ ഉള്ളൂ, മോശം ചായ ഒന്നുമില്ല. നിന്റെ കയ്യിൽ നിന്ന് ഒരു ചായ മേടിച്ചു കുടിക്കാൻ ഭാഗ്യം വേണമെടാ. അതെ അതെ, അല്ലാതെ കാശ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. അപ്പോൾ ഇനി വില്ലന്റെ എൻട്രി ആണ്. ലക്ഷ്മി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ പറയാനുള്ളേ? ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിച്ചു. എൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് നീയായിരിക്കും. പിന്നെ നിന്റെ സമ്മതം അതെനിക്കറിയാം. ഞാനൊരാളെ വിവാഹം കഴിക്കുമെങ്കിൽ അത് പപ്പുവേട്ടൻ. നിന്റെ മോഹം നടക്കില്ല. എന്നെ വേദനിപ്പിച്ചിട്ട് മറ്റൊരാളുടെ കൂടെ അതെനിക്കൊന്ന് കാണണം. അത്രയും മാസം കാണിച്ച വില്ലന്റെ മുന്നിൽ നായിക ഇരുന്ന് വൻ മോട്ടിവേഷനാണ്. സ്നേഹിച്ചവരെ അകറ്റാൻ ശിവൻ ചേട്ടന് കഴിയൂ. അതിന് കഴിഞ്ഞാൽ അത് ഞങ്ങളുടെ മരണമായിരിക്കും. ശുഭദിനം. അങ്ങനെ നമ്മളെല്ലാവരും കരുതുപോലെ തന്നെ വളരെ അൺപ്രഡിക്റ്റബിൾ ആയിട്ട് നമ്മുടെ പപ്പുവേട്ടനെ പട്ടി കടിക്കുന്നു. എന്താണ് നീ ചെയ്ത് കടിച്ചു? ഇത് ശരിക്കും കൈ മുറിഞ്ഞാണോ അതോ മുണ്ടിന്റെ കളറല്ല ഇളകിയാണോ? അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ് ഇനി പഞ്ചായത്ത് മീറ്റിംഗ് ആണ്. അപ്പോൾ നമ്മുടെ പഞ്ചായത്തിലുള്ള എല്ലാവരും കൂടി ചേർന്നിട്ട് പട്ടികളെ കുറിച്ചുകൂടെ ഒരു റിവ്യൂ തന്നെ എടുക്കുന്നുണ്ട്. എന്താണ് നിങ്ങളുടെ പ്രശ്നം? പഞ്ചായത്തിൽ പരാതി കിട്ടിയ അനുസരിച്ചാണ് ഞങ്ങൾ വന്നത്. പട്ടിയെ കാരണം ഈ നാട്ടിൽ ജീവിക്കാൻ വയ്യ. കഴിഞ്ഞ ആഴ്ച കൂടിയിട്ട് 2 പിള്ളേരെ പട്ടിയടിച്ചത്. ഈ പപ്പച്ചേട്ടന്റെ പട്ടിയെ കാരണം ഞങ്ങൾക്ക് കുട്ടികൾക്ക് ഒരു രീതിയിൽ ഇവിടെ ജീവിക്കാൻ വയ്യ. ഇതിന്റെ പരിഹാരത്തിന് ഒരു പട്ടികപ്പെടുത്തക്കാരനെങ്കിലും ഞങ്ങൾ കൊണ്ടുതരണം. ഈ ഗ്രാമത്തിലെ എല്ലാ പട്ടികളെയും പിടിക്കാനായി വിദഗ്ധനായ ഒരാളിനെ കൊണ്ടുവരുന്നു. പട്ടിയല്ല ഇവിടെ വിഷയം. ഇവിടെ ഒരു പട്ടിയെ പ്രേമിയുണ്ട്. അവനെ ആദ്യം ഓടിക്കണം. ഹായ് ഹായ് ഹായ്, നിക്കടാ അവിടെ. നിന്നെ ഞാൻ ഇന്ന് പിടിച്ചിട്ടേ പോവും. നീയാണ് എന്റെ 101-ാം മനി പഞ്ചായത്തിലെ. വിടത്തില്ലടാ. നിക്കടാ അവിടെ. ഏയ്, ഓടരുത് ഓടരുത് ഓടരുത്. ഓടിയാൽ ഓടിച്ചിട്ട് പിടിക്കും. അവനൊന്നും ഓടത്തൊന്നുമില്ല, താനാദ്യം ഓടുന്ന നിർത്ത്. അപ്പൊ ഇനി കുറച്ച് നേരം റൊമാൻസ് ആണ്. പപ്പേട്ടൻ എന്നെ വിവാഹം ചെയ്തില്ലേ? ദൈവം സത്യം, ഞാൻ ജീവിച്ചിരിക്കില്ല. ഈ കാവിൽ വെച്ച് ഞാൻ നിന്റെ കഴുത്തിൽ താലി കെട്ടും. ഓ, നല്ല കൊല ബീജിയം. അപ്പൊ എന്നതിന്റെ മൊയ്തീൻ സെറ്റപ്പിലോട്ട് പോയ ഒരു പടം ഇപ്പൊ തൽവാൽ സെറ്റപ്പിലോട്ട് ആവാൻ പോവാണ്. നീ അവളെ കെട്ടും അല്ലേടാ? അതേടാ, ഞാൻ അവളെ കെട്ടും. അവൾ എന്റെ പെണ്ണാ. നീ അവളെ കെട്ടും. തള്ളുന്നോടാ. എന്താ ഇത് കല്ല് വെച്ച് സീൽ ചെയ്ത് വല്ലോ ആണോ? എന്നതിന്റെ മൊയ്തീൻ കഴിഞ്ഞു, തല്ലുമാല കഴിഞ്ഞു. ഇനി പടം കാന്താര ലെവലിലോട്ട് എത്താൻ പോവാണ്.
ഇനി വന്ന് വന്ന് നമ്മുടെ പപ്പുവേട്ടന്റെ അഭിനയം ഓസ്കാർ ലെവലിലോട്ട് പോവാണ് ഗൈസ്. എന്താടാ നിനക്ക് ആസ്പത്രി പോണോ? എടാ നിനക്ക് എന്താ? എന്റെ മോൻ എന്താ പറ്റിയത് മോനെ? അങ്ങനെ നമ്മുടെ പപ്പുവേട്ടന് ഒഫീഷ്യലായിട്ട് പേ പിടിച്ചു. അല്ല, പപ്പുവേട്ടൻ എന്താ ഐസ്ക്രീം തിന്നുവാണോ? ഒരുപാട് സ്നേഹ സ്വപ്നങ്ങൾ ബാക്കിയാക്കി അവളെ തനിച്ചാക്കി അവൻ യാത്രയായി. ഉഫ്. ജീവനി കൊതിയില്ലാത്തവരാണെങ്കിൽ, അല്ലാതെ വെറുതെ പണിയൊന്നും ഇല്ലാതിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ മസ്റ്റായിട്ട് ഈ ഷോർട്ട് ഫിലിം കാണണം. പ്രത്യേകിച്ച് പണിയൊന്നും ഇരിക്കല്ലോ, വെറുതെ 15 മിനിറ്റ് പോവുകയും ചെയ്യും. നമ്മുടെ ക്ഷമയൊന്ന് വെറുതെ പരീക്ഷിക്കുകയും ചെയ്യാം. ഓഹ്, എന്തെടാ ഇത്?